അങ്ങനെ അവൻ പലയിടത്തും അവരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും അവർ എത്തിയിട്ടില്ല എന്ന് അവന് മനസ്സിലാകും. പിന്നീട് അവൻ വീട്ടിലേക്ക് എത്തുകയും അവിടെ പ്രേമനും ആ പെണ്ണും ഉണ്ടായിരുന്നു. ചന്ദ്രൻ അവനെ കുറെ ചീത്ത പറയുന്നു. എന്ത് ചെയ്തിട്ടായിരിക്കും ആ പെണ്ണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് അറിയില്ല എന്നും ചന്ദ്രൻ പറയുമ്പോൾ പ്രേമൻ പറയുന്നു അവൾ ഒരു പാവമാണെന്നും അവളെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രൻ അവൾ കിടക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ ആ ബെഡിൽ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ കുളി കഴിഞ്ഞ് വരുന്നത് കാണുന്നു. പക്ഷേ അവൾ ഉടുത്തിരിക്കുന്ന സാരി കണ്ട് ചന്ദ്രൻ അവളെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയും ആ സാരി അവിടെ തന്നെ വെച്ച് വലിച്ചു പറിച്ച് അവളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. ആരോട് ചോദിച്ചിട്ടാണ് ഇത് എടുത്തതെന്ന് അവളെ വഴക്കു പറയുന്നുണ്ട്. പിന്നീട് പ്രേമൻ അവളോട് പറയും ഭൂതം നിധി കാക്കുന്നത് പോലെ കാത്തു വെച്ചിരിക്കുന്നതാണ് ആ പെട്ടിയിലെ സാധനങ്ങളെന്നും ഇത് ആരും എടുത്ത് ഉപയോഗിക്കുന്നതോ തുറക്കുന്നതോ ചന്ദ്രന് ഇഷ്ടമല്ല എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടിയുടെ കഥ അറിഞ്ഞ് ചന്ദ്രന് അവളോട് സഹതാപമാകുന്നുണ്ട്. തന്റെ ചേട്ടൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ആണെന്നും ചേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചു വന്നതാണെന്നും പ്രേമനോട് അവൾ പറയുന്നു. പ്രേമൻ ചന്ദ്രനോട് ഇത് പറയുന്നുണ്ട്. കൂടപ്പിടിപ്പിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യുന്ന അവളോട് അവന് ഇഷ്ടമാകുന്നു. അവൾ യാത്ര ചോദിക്കാൻ വരികയും തന്നെ ഒരു ദിവസമെങ്കിലും സംരക്ഷിച്ചതിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ ചന്ദ്രൻ പറയുന്നു എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിന് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ എന്നും ഒരു ഏട്ടൻ ഇവിടെയും ഉണ്ട് എന്ന് അവളോട് പറഞ്ഞ് അവളെ യാത്ര അയക്കുന്നുണ്ട്. പിന്നീട് അവൾ ഹോസ്പിറ്റലിലെത്തി പണം അമ്മയെ ഏൽപ്പിക്കുന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ വീണ്ടും ചന്ദ്രന്റെയും പ്രേമനും താമസിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തുന്നു. തന്റെ ചേട്ടൻ മരിച്ചുപോയെന്നും തനിക്ക് ഇനി ആരുമില്ല എന്നും അവൾ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ അവളെ സമാധാനിപ്പിക്കുകയും ഈ ലോകത്ത് താൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് അവൾ തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് താൻ ജീവിക്കുന്നത് എന്നും അവൻ പറയും. അവിടെ മുതൽ അവൻ അവളോട് കഥ പറയുകയാണ്. ഗിരിയും ചന്ദ്രനും ഭയങ്കര കൂട്ടുകാരനായി. അവരുടെ രണ്ടാളുടെയും പേരിൽ ചന്ദ്രഗിരി എന്ന ട്രാവൽ ഏജൻസിയും അവർ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു. രണ്ടാളും പിരിയാൻ പറ്റാത്തുകാരായിരുന്നെങ്കിലും ഗിരി കുറച്ച് കള്ളത്തരവും നീതിയില്ലാത്തവനുമാണ്. ചന്ദ്രൻ പക്ഷെ അയാളെ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ ഗിരി വന്ന് ചന്ദ്രനോട് പറയുന്നു അവിടെയുള്ള ചന്ദ്രന്റെ മകളെ നിനക്കറിയാമെന്നും അവൾ അതിസുന്ദരിയാണെന്നും അവളെ നമ്മൾക്ക് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അടിച്ചു പൊളിക്കാമെന്നും അയാൾ ചന്ദ്രനോട് പറയും. ചന്ദ്രൻ ഒരു തമാശ കേട്ടതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നീട് ലോറിപ്പേട്ടയിൽ ആ പെൺകുട്ടി വരികയും അവൾ സിഗരറ്റും പാൻപേരാഗും വിറ്റ് നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ അവൾ ചന്ദ്രന്റെ അടുത്തും വരുന്നുണ്ട്. ചന്ദ്രന് അവളെ ഭയങ്കര ഇഷ്ടമാകുകയും ചെയ്യുന്നു. രാത്രി ഗിരി അവളുടെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം വരും. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.